നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് ഞാനും മേഘനാഥനും അഡ്വക്കേറ്റ് വേണുഗോപാലും തമ്മിലുള്ള ഒരു യുദ്ധമാ. നിങ്ങൾ കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നാ മതി. അല്ല, സമയം ഒരുപാടായല്ലോ. ആരതി എന്താ ഇതുവരെ വരാത്തത്? അറിയില്ല വലിയച്ചി, ഏതോ കമ്പനിയിൽ വേക്കൻസി അന്വേഷിച്ചു പോവെന്ന് പറഞ്ഞിരുന്നു. കമ്പനി എന്താ പാതിരാത്രി വരെയാണോ വേക്കൻസിക്ക് ആളെ എടുക്കുന്നത്? ഇന്ന് നിർത്തിത്തരാം അവളുടെ ഈ തോന്നിവാസ സഞ്ചാരം. എന്റെ ഈശ്വര, ഈ ആരതി ചേച്ചി എവിടെ പോയി കിടക്കുവാ? പ്രാരബ്ധങ്ങൾ മാറ്റാൻ തൊഴിൽ കണ്ടുപിടിച്ച് അടങ്ങുന്നു പറഞ്ഞിറങ്ങിയതാ. വല്യേച്ചിയുടെ തൊഴിൽ കിട്ടാണ്ടിരുന്നാ മതിയായിരുന്നു. അപ്പൊ സാറേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാണ്. താൻ ഇറങ്ങിക്കോ. സാറ് ഇപ്പോഴും ആ തൃപ്പംകോട്ട പെമ്പിളന്വേഷണം നടപ്പാണെന്ന് കേട്ട്. പെമ്പിള്ളേരെ മാത്രമല്ല, എന്റെ മകനെ അന്വേഷിക്കുന്നുണ്ട്. ഭാസി എന്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ സാറ് പണ്ടത്തെ ആ പെൺകുട്ടികളുടെ പടവും കൊണ്ട് അന്വേഷിച്ചിരുന്ന എപ്പ കിട്ടാന്? സാറ് അന്വേഷിക്കുന്ന പിള്ളേരെ പണ്ട് തൃപ്പങ്കോട്ടെന്ന് ഓടിപ്പോയ പിഞ്ചു കുട്ടികളല്ല. പക്ഷെ എത്ര കായില്ലേ? അവരൊക്കെ വളർന്നു രൂപത്തിലും ഭാവത്തിലും നടപ്പിലും ഇടപ്പിലും ഒക്കെ വേറെ ലെവലായി കാണുന്നു ഉറപ്പാ. സാറേ, ആ മൂത്ത കൊച്ചില്ലേ രാധ, അതിന് ഇപ്പം മരിക്കുന്ന സമയത്ത് സുഭദ്രമ്മയുടെ പ്രായം ഉണ്ടാവും. ചിലപ്പോ അവരെ രൂപം പോലും കിട്ടിക്കാണുന്നാണ് എനിക്ക് തോന്നുന്നത്. തൃപ്പങ്കോട്ട വല്യമ്മച്ചില്ലേ, അവരെ പോലെയല്ലേ സുഭദ്ര വരുന്നത്? ചെറുതിൽ അങ്ങനെയാണായിരുന്നത്. ഈ രാധ കൊച്ചിനും അങ്ങനെയൊക്കെ മാറ്റം വന്ന് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ശരി, നീ പോവാൻ നോക്ക്. ഇത് വഴിച്ചെലവിനിരിക്കട്ടെ. അയ്യോ, മുഖത്ത് ശുക്രിയ. പിന്നെ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്. ഉണ്ട്. പിന്നെ സാറേ, ആ ഭാഷയില്ലേ, അവൻ്റെ അനിയനൊക്കെ തന്നെയാ, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. അവൻ സാറിനെ കൊണ്ട് കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു വേന്ദ്രനാണ്. സാറിനോട് വലിയ ആത്മാർത്ഥയൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. എങ്കിലേ ഞാൻ സഹിച്ചു. ഭാസി കുറെ കാലമായിട്ട് എന്റെ കൂടെ ഉള്ളതാണ്. ഇനി അവന്റെ ആത്മാർത്ഥതയ്ക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. പോയി നിന്റെ കാര്യം നോക്ക്. ഇതാണ് തരാം. ആത്മാർത്ഥതയ്ക്ക് ഇക്കാലത്ത് ഒരു വിലയുമില്ല സാറേ. ഞാനൊരു പഴയ പട്ടാളക്കാരനായോണ്ട് എനിക്കത് വിഷയമാണ്. ചോറിങ്ങും കൂറങ്ങും എന്നുള്ളത് പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം കൊലക്കയറാണ്. ഞാൻ പറഞ്ഞത് സാർ ഇപ്പം മനസ്സിലാക്കണ്ട, പിന്നീട് മനസ്സിലായിക്കോളും. എന്നാലും അവന്റെ മേലൊരു കണ്ണു വെച്ച സാറിന് കൊള്ളാം. തൽക്കാലം ഞാൻ ഇത്രേ പറയണുള്ളൂ. അപ്പോ ശുക്രിയ സാറേ. ജയ് ജവാൻ ജയ് കിസാൻ. മണിച്ചൻ പറഞ്ഞതിലാണ് കാര്യം. സുഭദ്രയുടെ വല്യമ്മച്ചിയെപ്പോലെ വളർന്ന സുഭദ്രയ്ക്ക് രൂപമാറ്റം ഉണ്ടായി. അതിന്റെ അർത്ഥം രാധയ്ക്കും സുഭദ്രയുടെ രൂപം കിട്ടിയെന്നാണ്. അതാണ് അവരുടെ പാരമ്പര്യം. അപ്പൊ ഞാൻ കണ്ടത് രാധയാണ്. അപ്പൊ അവൾ ഈ നഗരത്തിൽ തന്നെ എന്റെ അടുത്ത്, അവളോടൊപ്പം എന്റെ മകനും. യെസ്, അവളടുത്തുണ്ട് അവനും. ഞാൻ അവരെ കണ്ടുപിടിക്കും ഉടൻ തന്നെ. മൂന്നുടലും ഒരു മനസ്സുമായിരുന്നു നമ്മള്. അതൊക്കെ മാറി മറിയുന്നോന്നാ ഇപ്പൊ എന്റെ ഭയം. ഓ എന്റെ ചേച്ചി, ഞാൻ ഒരല്പം വൈകിയതിനാണോ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏത് കാലത്ത് നമുക്ക് ഒരു മനസ്സ് തന്നെ ആയിരിക്കും ചേച്ചി. ചേച്ചിയുടെ തീരുമാനം തന്നെയായിരിക്കും ഞങ്ങളുടെ ഇഷ്ടം. അതിനപ്പുറമുള്ള ഒരു ഇഷ്ടവും ഒരു തീരുമാനവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഉറപ്പ് തരാം ഞങ്ങള്.
എപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ടായിരുന്നാ മതി. അല്ല, ഇതെന്താ നിന്റെ കയ്യില്? ടെക്സ്റ്റൈൽ കവറാണല്ലോ. അതൊരു സാരി ചേച്ചി. നാളെ കല്യാണത്തിന് ഉടുക്കാനായിട്ട് ഒരു കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാ. എല്ലാവർക്കും ഒരേ കളർ സാരി വേണോന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ കളർ ഇല്ലാത്തത് കൊണ്ട് തന്നതാ അവള്. എന്നാ പിന്നെ ഞാനിത് കൊണ്ടുവയ്ക്കട്ടെ. ആദ്യം ഒന്ന് മേല് കഴുകണം. നടന്ന് മുഴുവൻ വേർതിരിക്കുക. ആ പറച്ചിലും പോക്കൊന്നും അത്ര ശരിയല്ലല്ലോ. എവിടെയോ എന്തോ ഒരു പന്തികേട്. കൊള്ളാം. നീ തൊട്ടതല്ല എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാ നീ തന്ന ഈ നാണയങ്ങൾ കൊണ്ടുപോലും എനിക്ക് പ്രണയഹൃദയം ഉണ്ടാക്കാൻ തോന്നുന്നത്. പക്ഷെ നിന്റെ സ്വഭാവം, അതാണ് കടുപ്പം. ഇനിയിപ്പൊ പുറത്തു കാണിക്കുന്നത് അഭിനയം മാത്രമാണോ? അറിഞ്ഞൂടാ. പ്രേമം അത് പുറത്തു കാണിക്കാതിരിക്കാനുള്ള അഭിനയം. അങ്ങനെയാണെങ്കിൽ ഈ നാണയം വെച്ച് തന്നെ അത് ടോസ് ചെയ്തൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഹെഡ് വീണാൽ ഇഷ്ടം, ടെയിൽ വീണാൽ വെറുപ്പ്. അയ്യോ, അല്ലെങ്കിൽ വേണ്ട. ഹെഡ് ആണെങ്കിൽ നിനക്ക് എന്നോട് പ്രണയം, ടെയിലാണെങ്കിൽ എനിക്ക് നിന്നോടാണ് പ്രണയം. അങ്ങനെ മതി. അതാവുമ്പോ ഏത് വീണാലും മനസ്സിന് സങ്കടം വരില്ല. അതിക്ക് തന്നേക്ക്. എടാ, തരാൻ പറഞ്ഞില്ലേ? ഇത് തരില്ലെന്ന് മാത്രമല്ല, ദാ ഈ വെച്ചിരിക്കുന്നത് ഞാനിങ്ങ് എടുക്കുകയും ചെയ്യും. അതിക്ക് തിരിച്ചതാടാ. ഈ ചില്ലറ പൈസല്ലേ എന്റെ ഹൃദയമുണ്ട്, അതുകൊണ്ടാ. ഓഹോ, പഴയ പഞ്ചതന്ത്രത്തിലെ കൊരങ്ങനെ ഹൃദയം എടുത്ത് മരത്തിൽ വെക്കുന്നത് പോലെ കൊച്ചേട്ടൻ എന്താ ചില്ലറ പൈസയിലാണോ സ്വന്തം ഹൃദയം എടുത്ത് വെച്ചിരിക്കുന്നത്? പോടാ. ഇത് മനുഷ്യന്റെ ഉള്ളിൽ വിങ്ങുന്ന പ്രണയമാണ്. അതോറിക്കൂടി ഹൃദയമാകുന്ന പരിപാടിയാ. അവളുടെ ഹൃദയം ചില്ലറ പൈസകളായി പകർന്നു തന്നതാണ് അവള്. പ്ലീസ്, നീ അത് തിരിച്ചു തന്നാൽ നിനക്ക് ഞാൻ 500 രൂപ തരാം. 500 bucks. തരൂ? തരും. എപ്പോ? ഇപ്പോ. ഉറപ്പ്? ഉറപ്പ്. എന്നാ വേണ്ട. വേണ്ട? വേണ്ട. കൊച്ചേട്ടന്റെ പ്രേമത്തിന്റെ വില കൊച്ചേട്ടൻ തന്നെ അങ്ങ് വെച്ചാ മതി. അപ്പോ ഗുഡ് നൈറ്റ്. താങ്ക്സ്. എനിക്കൊരു പ്രേമം വരുമ്പോ അതിന് വിലയിടാൻ നിൽക്കരുത് കേട്ടോ. മനസ്സിലായി. നിന്റേതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. പ്രേമം തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ കൊച്ചേട്ടാ? ടോസിട്ട ഹെഡ് ആണോ ടെയിൽ ആണോ എന്ന് ദൈവം തമ്പുരാന് പോലും പറയാൻ പറ്റത്തില്ല. എന്തായാലും കൊച്ചേട്ടാ എൻജോയ്. അസൂയ അസൂയ. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.